ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു വൈകുന്നേരം സിദ്ധാരം ഹോസ്പിറ്റലിലേക്ക് പോയ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിനെ. പിന്നെ എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ്റെ മോള് പ്രസവിച്ചിട്ടുണ്ടായി സിദ്ധാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനെ വെറുതെ എന്നിപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇട്ട് തരേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ഏതാച്ചാൽ ഇത് വീഡിയോ എടുക്കാണ്ട് പോയി. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോറിക്ഷയെല്ലാം കിട്ടി നേരെ സിദ്ധാപുരം പോയിട്ട് നമ്മൾ ഷോപ്പിലേക്കാണ് പോയത്. ആദർശ് ഷോപ്പിലേക്ക് കുട്ടിക്കൊരു കുപ്പായവും ഷട്ടറും ഇതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷോപ്പിലേക്ക് കയറിയിട്ട് ഞാനും മോളും പോയത്. ചിപ്പും കൂടിയാണ് പോയത്. പിന്നെ കളിക്കാൻ പോയി. ഹുസ്ന മദ്രസക്കും പോയി. അപ്പോൾ പിന്നെ ഞാനും ഓളും കൂടി ആ ബ്ലൂ ഷട്ടറും പിന്നെ ആ കെട്ടുന്ന ചെറിയൊരു കുപ്പായല്ലേ, അങ്ങനത്തെ കുപ്പായമാണ് ഇട്ടെടുത്തത്. അങ്ങനെ പിന്നെ അതെടുത്ത് ബില്ലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടോ. അപ്പം അങ്ങനെ അവിടെ പോയപ്പോൾ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത്, അത്ര തന്നെ. അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി, കുറച്ച് ബേക്കറി കയറി, കുറച്ച് ബ്രെഡും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വെച്ചിട്ട് അങ്ങനെ ബേക്കറി കയറി. എന്തായാലും ഇപ്പോൾ യൂസ്ക വന്നിട്ടല്ലേ ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ അവിടത്തേക്ക്. ഒരു ചെന്നൈക്ക് കേട്ടാ, അവിടത്തേക്ക് ഇപ്പോൾ യൂസ്ക വരാതെ പോകാൻ കഴിയില്ലല്ലേ. അപ്പോൾ ഇപ്പം തൽക്കാലം ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ ചോദിച്ചാൽ ഫ്രൂട്ട്സ് കടയിലേക്കും കയറി. ഇപ്പോൾ എന്തായാലും യൂസ്ക വരാതെ ഇപ്പം എന്തായാലും പോകാൻ കഴിയൂല. പോകാൻ കഴിയായില്ല. യൂസ്ക വന്നാൽ രണ്ടാക്കും കൂടി പോയാൽ രണ്ടാക്കും കുട്ടീനെ ഇവർക്ക് യൂസ്കാക്കും കുട്ടീനെ കാണലായി എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെ പോയിട്ട് വരാച്ചിട്ട് അങ്ങനെ പോയിട്ട്. ഇതാണ് നമ്മളെ സിദ്ധാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ. വലിയ ഹോസ്പിറ്റലൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ മടിക്കേരി, മൈസൂർ, വിരാജ്പേട്ട അങ്ങനെ പോകേണ്ട കേട്ടോ. വലിയ എമർജൻസി ആണെങ്കിൽ പിന്നെ മംഗലാപുരം, മൈസൂർ അങ്ങനെയാട്ടോ പോകേണ്ടത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടെ തന്നെയാണ്. നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഇവിടെ തന്നെയാണ് കേട്ടോ നടക്കുക. അല്ലാതെ വേറെ അങ്ങനെ വലിയൊരു ഹോസ്പിറ്റലായിട്ടൊന്നുമില്ല. തൽക്കാലം ഒരു പനിയോ കാര്യം നോർമൽ പ്രസവമൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടിക്കേരി പോകണം. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോകണതല്ലോ. ഇതിപ്പോൾ നമ്മൾ ഡോക്ടർ ഇരിക്കണം. അങ്ങനെ ഇങ്ങോട്ടാണ് അഡ്മിറ്റ് വാർഡും പ്രസവ വാർഡും അതൊക്കെ ആയിട്ട് നമ്മൾ കുറവാണ് പോക്ക്. എന്താ പറഞ്ഞാൽ ഈ ഡോക്ടറെ ക്ലിനിക്ക് ഉണ്ട് അവിടെ പോക്ക്. പിന്നെ അവിടെ പോയിരുന്നു കുറേ നേരം അമ്മായിയും ഏട്ടൻ്റെ ഓളും മോളും അങ്ങനെയൊക്കെ വാക്കെല്ലാം പറഞ്ഞിരുന്ന് എന്താക്കി ചിക്കൻ മേടിച്ചിട്ടോ. ചിക്കനും മേടിച്ച് പൊറോട്ടയും മേടിച്ചിട്ട് വന്നിട്ടോ. അങ്ങനെ ഞാൻ ഇതിലൊരു അടിപൊളി ചിക്കൻ കറി ആക്കിന് മക്കളെ. സൂപ്പറുണ്ട്. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സൈസ് ചിക്കൻ കറിയാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ ഇട്ടുതരാം. വെറുതെ തള്ളുകയല്ല, സൂപ്പറാണ് പറഞ്ഞാൽ അടിപൊളി ഉണ്ട്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയറും കമൻ്റ് എല്ലാം ചെയ്യുക. ഈ ചിക്കൻ കറിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ ഇട്ടോ കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.